ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു യാത്ര പോയാലോ? അതെ, കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് എവിടെയെങ്കിലും ഒറ്റയ്ക്കൊന്ന് പോകണമെന്ന്. അങ്ങനെ ആ ഒരു ചാൻസ് എൻ്റെ കയ്യിൽ വീണ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. വേറെ എങ്ങോട്ടല്ല പോകുന്നത്, തിരുവനന്തപുരത്തോട്ടാണ്, അമ്മയുടെ വീട്ടിലോട്ട്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, എന്താ അച്ഛൻ കൂടെ വരുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, അച്ഛൻ അടൂരിയിൽ നിന്ന് എന്നെ ബസ് കയറ്റി വിടാൻ വേണ്ടി മാത്രം വരുന്നതാണ്. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് അടൂരിൽ നിന്ന് ബസ് കയറ്റി വിടാനാണ് അച്ഛൻ വന്നത്. ഞങ്ങൾ അടൂരെത്തി, ബസ് അപ്പം തന്നെ എടുക്കാറായി. അപ്പോഴേക്കും ഞാൻ കയറി, സീറ്റ് കിട്ടി. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. പാട്ട് വിട്ട് കേട്ടു. ഇതുപോലെ യാത്രയും പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. ലോങ് ട്രിപ്പ് പോകുന്ന കാര്യത്തിൽ വലിയ ദൂരമൊന്നും പറ്റത്തില്ല. ഇതുപോലെ അടുത്തൊക്കെയാണ് ലോങ് ട്രിപ്പ് പോകുന്നതെങ്കിൽ എനിക്ക് ഓക്കെയാണ്. കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം ചെയ്യണം. അപ്പോഴാണ് മനസ്സിലാവുക ലൈഫിൻ്റെ ഒരു കളർഫുള്ളും ഹാപ്പിനെസ്സും ഒക്കെ മനസ്സിലാവുന്നത് അന്നായിരിക്കും. എന്നെ സംബന്ധിച്ചോളം എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അമ്മ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോകണേ, ഞങ്ങൾ വന്നിട്ട് പോവാം. അപ്പം ഞാൻ തന്നെ പറഞ്ഞത് അമ്മയോട്, അമ്മ കുഴപ്പമില്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഒറ്റയ്ക്ക് പോയി എന്നിട്ട് കാര്യം പറയാം ഓക്കെ ആണോ ഇല്ലേന്ന്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോന്നു. അമ്മ പറഞ്ഞു എന്നാൽ ഓക്കെ നീ പോയിട്ട് വാ, നമുക്ക് നോക്കാമെന്ന് അമ്മയും കൂടി പറഞ്ഞു. അപ്പനും സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും യാത്ര ചെയ്യാനൊക്കെ. ഇതുപോലെ എന്നെപ്പോലെ യാത്ര ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങളെന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ തിരുവനന്തപുരത്തെത്തി ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് ബസ് ഇറങ്ങി ഫുഡ് കഴിക്കാമല്ലോന്നും പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും അടുത്ത ബസ് വന്നു. പോകേണ്ട, കാരണം രാവിലെ ഫുഡ് കഴിച്ചില്ലല്ലോ. അപ്പോൾ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴേക്കും അടുത്ത ബസ് വന്നു. അങ്ങനെ അതിലൂടെ ചാടി കയറി ഒരു കുപ്പി വെള്ളവും വാങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഫോണിൽ കോൾ ചെയ്യും, പിന്നെ മെസ്സേജ് ഇടും വന്നോ എത്തിയോ എന്നൊക്കെ അറിയാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ എത്തി റായി എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജൊക്കെ ഇടുമായിരുന്നു. പിന്നെ എൻ്റെ കൂടെ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ധൈര്യമായി. അതുകൊണ്ട് പിന്നെ കൂടെ അങ്ങ് ഇരുന്ന് പോയി. എൻ്റെ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ചേച്ചി അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാട്ടൊക്കെ കേട്ടാൽ ഞാനും ആ ചേച്ചിയുടെയും ഉടങ്ങി പോകുന്നു. ആ ചേച്ചി ഇറങ്ങാറായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്കപ്പോൾ കുറച്ചും കൂടി സന്തോഷമായി. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി. ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴേക്കും അമ്മമ്മ വിളിച്ചിട്ട് പറഞ്ഞു എത്തിയോ ചോദിച്ചു. ഞാൻ എത്തിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മമ്മ ഓട്ടോയും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വീട്ടിൽ വരെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല, എന്നെ വിളിച്ചുകൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോയും വിളിച്ചുകൊണ്ട് വന്നു, എന്നെയും കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അമ്മമ്മയും കൂടി ഓട്ടോയിൽ പോയി ഗൈസ്. അങ്ങനെ അവസാനം വീടെത്തി. ഇനി വേണമെന്ന് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കണം. ക്ഷീണമോ കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാവാം. എന്തായാലും ഞാൻ ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.